ടൈപ്പ് ഓഫ് ടോക്സിക്കൻസ് ആൻഡ് അഫക്റ്റഡ് ഓർഗൻസ്, മെർക്കുറി പോയ്സണിങ് ആൻഡ് ബ്ലൂ ബേബി സിൻഡ്രോം. ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിട്ട്. ഹായ് എവ്രി വൺ, വെൽക്കം ടു നിഷ എഡ്യൂഹബ്. ഈ രണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് UGC നെറ്റ് എക്സാം പേപ്പർ 1 സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ UPSC ബേസിക് സയൻസിന്റെ ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ PSC ലെവൽ എക്സാമുകൾക്കും ഈ രണ്ട് ടോപ്പിക്സുകളും ചോദിക്കും. അതുകൊണ്ട് ഇതൊരു കോംബോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു രണ്ട് ടോപ്പിക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമുകൾക്ക് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ടോക്സിക്കൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എനി സബ്സ്റ്റൻസ് ലൈക്ക് ഒരു കെമിക്കൽ അല്ലെങ്കിൽ മെറ്റൽ, ഒരു പെസ്റ്റിസൈഡ് ദാറ്റ് ക്യാൻ കോസ് ഇഞ്ചുറി, ഇൽനെസ് ഓർ ഡെത്ത് ടു എ ലിവിംഗ് ഓർഗാനിസം. ഒരു ജീവനുള്ള ഒരു വസ്തു, ഒരു ലിവിംഗ് ഓർഗാനിസം, ഒരു ജീവിക്ക്, ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്ക് ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ് അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കാൻ കാരണമാകുന്ന ഒരു കെമിക്കൽ, മെറ്റൽ, പെസ്റ്റിസൈഡിനെ എല്ലാം നമുക്ക് ടോക്സിക്കന്റ് എന്ന് പറയാം. ടോക്സിക്കന്റ് എന്ന് നമ്മൾ പോയിസൺ എന്ന് പറയുന്ന വേർഡുമായിട്ട് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ടോക്സിക്കൻസിനെ സ്പെസിഫിക് ആയിട്ട് റെഫർ ചെയ്യുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് പോയിസണസ് സബ്സ്റ്റൻസ് ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ എൻവയോൺമെന്റ് ത്രൂ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം നമ്മളുടെ എൻവയോൺമെന്റ്, നമ്മുടെ ലിവിങ് എൻവയോൺമെന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ മാൻമെയ്ഡ് സബ്സ്റ്റൻസസ്, അതുമൂലം ആണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം മാൻമെയ്ഡ് പോയിസണസ് സബ്സ്റ്റൻസസ് ആയിട്ട് മാറുന്ന വസ്തുക്കളെയാണ് ടോക്സിക്കൻസ് എന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ടോക്സിക്കൻസ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് മെർക്കുറി പോയിസണിങ്ങും ബ്ലൂ ബേബി സിൻഡ്രോമും ആണ്. ഓക്കെ, എന്താണ് മെർക്കുറി പോയിസണിങ് എന്ന് നോക്കിക്കേ. പോയിസണിങ് ഓഫ് ഇൻഓർഗാനിക് മെർക്കുറി ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡാമേജ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇനോർഗാനിക് മെർക്കുറി ആണ്, അതെപ്പോഴും ഓർത്ത് വെക്കുക. ഇനോർഗാനിക് മെർക്കുറിയുടെ പോയിസണിങ് മൂലം നമ്മളുടെ ശരീരത്തിലേക്ക് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് മെർക്കുറി പോയിസണിങ്. മെർക്കുറി പോയിസണിങ് എന്ന് പറയുമ്പോഴേ ഓർക്കുക, പോയിസണിങ് ഓഫ് ഇനോർഗാനിക് മെർക്കുറി that results in damage to the central nervous system. Exposure of mercury can be either through consumption of contaminated food, especially fish, or through occupational exposure where mercury is used. നമ്മളുടെ ശരീരത്തിലേക്ക് എങ്ങനെ മെർക്കുറി എക്സ്പോഷർ ആവുന്നു എന്നുള്ളത്, ഒന്ന് നമ്മൾ കണ്ടാമിനേറ്റഡ് ഫുഡ് നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു. കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിക്കുക, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫിഷ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് മൂലം, കണ്ടാമിനേറ്റഡ് ഫുഡ് എസ്പെഷ്യലി ഫിഷ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് മൂലം നമ്മളുടെ ശരീരത്തിലേക്ക് ഇനോർഗാനിക് മെർക്കുറി അകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ത്രൂ ഒക്കുപേഷണൽ എക്സ്പോഷർ വെയർ മെർക്കുറി ഈസ് യൂസ്ഡ്. മെർക്കുറി ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾക്ക് ആ ഒരു സ്ഥലങ്ങളിൽ, മെർക്കുറിയുടെ ഉപയോഗമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു മെർക്കുറിയുടെ സാന്നിധ്യം മൂലം ശരീരത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ അതിന് ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ത്രൂ കൺസപ്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് എസ്പെഷ്യലി ഫിഷ്, അല്ലെങ്കിൽ ത്രൂ ഒക്കുപേഷണൽ എക്സ്പോഷർ വെയർ മെർക്കുറി ഈസ് യൂസ്ഡ്. എങ്ങനെ ഇനോർഗാനിക് മെർക്കുറി ഉണ്ടാകുന്നു? ഇനോർഗാനിക് മെർക്കുറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഒക്കേഴ്സ് വെൻ മെർക്കുറി കമ്പൈൻസ് വിത്ത് എലമെന്റ്സ് ലൈക്ക് ക്ലോറിൻ, സൾഫർ ഓർ ഓക്സിജൻ. അതായത് മെർക്കുറി മറ്റ് എലമെന്റുകളായിട്ടുള്ള ക്ലോറിൻ അല്ലെങ്കിൽ സൾഫർ, ഓക്സിജനും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യും, സോൾട്ടുകൾ ഫോം ചെയ്യാനായിട്ട് കമ്പൈൻ ചെയ്യും. അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഇനോർഗാനിക് മെർക്കുറി രൂപപ്പെടും. അപ്പൊ ഈ ഇനോർഗാനിക് മെർക്കുറി നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മെർക്കുറി പോയിസണിങ് സംഭവിക്കുന്നത്. ഇനി ഇഫ് ഇനോർഗാനിക് മെർക്കുറി എൻറ്റേഴ്സ് ദി ബ്ലഡ് സ്ട്രീം, ഇറ്റ് ക്യാൻ അറ്റാക്ക് ദ കിഡ്നീസ് ആൻഡ് ബ്രെയിൻ. ആദ്യം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ നമ്മളുടെ ബ്ലഡ് സ്ട്രീം, നമ്മളുടെ ബ്ലഡിലേക്ക് കലരുന്ന സമയത്ത് നമ്മളുടെ കിഡ്നീസിനെയും ബ്രെയിനിനെയും അഫക്റ്റ് ചെയ്യും, ഇത് അറ്റാക്ക് ചെയ്യും. പെർമനന്റ് കിഡ്നി ഡാമേജ് ആൻഡ് കിഡ്നി ഫെയിലർ മേ ഒക്കെ. പെർമനന്റ് ആയിട്ട് കിഡ്നി ഫെയിലറും കിഡ്നി ഡാമേജും ഉണ്ടാകും. എ ലാർജ് എമൗണ്ട് ഇൻ ദ ബ്ലഡ് സ്ട്രീം മേ കോസ് മാസീവ് ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് ലോസ് ഫ്രം ഡയറിയ ആൻഡ് കിഡ്നി ഫെയിലർ ലീഡിങ് ടു ഡെത്ത്. ഇതില് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇനോർഗാനിക് മെർക്കുറി കലരുമ്പോഴത്തേക്ക് ദാറ്റ് മേ കോസ് മാസീവ് ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് ലോസ് ഫ്രം ഡയറിയ. നമുക്ക് ഡയറിയ പിടിപെടുകയും ഡയറിയ വഴി നമ്മളുടെ ശരീരത്തിനകത്തു നിന്നുള്ള ബ്ലഡും ഫ്ലൂയിഡും ഒരുപാട് മാസീവായിട്ട് നഷ്ടപ്പെടും. അങ്ങനെ കിഡ്നി ഫെയിലർ ഉണ്ടാവും, ദാറ്റ് ലീഡ്സ് ടു ഡെത്ത്. അപ്പൊ മരണം വരെയും മെർക്കുറി പോയിസണിങ് മൂലം മരണം വരെയും അത് എത്തിക്കും. നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഡെത്ത് വരെയും എത്തിക്കുന്ന മാരകമായിട്ടുള്ള ഒരു ടോക്സിക്കന്റ് ഇനോർഗാനിക് മെർക്കുറി മൂലം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്
എന്താ മെർക്കുറി പോയിസണിങ് എന്ന് പറയുന്നത്. സോ ഇനോർഗാനിക് മെർക്കുറി, ഈ പോയിന്റുകളെല്ലാം തന്നെ ഓരോ പോയിന്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനോർഗാനിക് മെർക്കുറി നമ്മളുടെ ശരീരത്തിൽ എത്തുന്നത് വഴിയാണ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡാമേജ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അത് ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞാൽ കിഡ്നി ഡാമേജും ബ്രെയിൻ ഫെയിലർ ഒക്കെ സംഭവിക്കും. അതുപോലെ പെർമനന്റ് ആയിട്ട് കിഡ്നി ഡാമേജ്, കിഡ്നി ഫെയിലർ മാസീവ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കഴിയുമ്പോൾ ദാറ്റ് മേ കോസ് മാസീവ് ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് ലോസ് ഫ്രം ഡയറിയ, കിഡ്നി ഫെയിലറും ഉണ്ടാകും. ദാറ്റ് ലീഡ്സ് ടു ഡെത്ത്. ഓക്കെ അല്ലേ? അപ്പം കണ്ടാമിനേറ്റഡ് ഫുഡ്, പ്രത്യേകിച്ച് ഫിഷ് ഒക്കെ കഴിക്കുന്നത് മൂലവും അതുപോലെ ഒക്കുപേഷണൽ എക്സ്പോഷർ വേർ മെർക്കുറി ഈസ് യൂസ്ഡ്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ശരീരത്തിലേക്ക് മെർക്കുറി എൻ്റർ ചെയ്യും. അപ്പൊ ഇത്രയുമാണ് മെർക്കുറി പോയിസണിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ബ്ലൂ ബേബി സിൻഡ്രോം. ബ്ലൂ ബേബി സിൻഡ്രോം ആ പേരിൽ തന്നെ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബേബീസ്, ഇൻഫൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് എന്ത്? ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ബ്ലൂ ബേബി അപ്പൊ തന്നെ അറിയാം, ബോഡിയൊക്കെ ഒരു ബ്ലൂയിഷ് കളറൊക്കെ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ബ്ലൂ ബേബി സിൻഡ്രോം. ഇതിന്റെ മറ്റൊരു പേരാണ് മെത്മോഗ്ലോബിനീമിയ എന്ന് പറയും. സയാനോസിസ് എന്നും പറയാറുണ്ട്. എക്സാമിനൊക്കെ മെത്മോഗ്ലോബിനീമിയ എന്നായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലോ സ്റ്റേറ്റ്മെന്റിലോ ഒക്കെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റിൽ തന്നെ ഓൾസോ നോൺ ആസ് മെത്മോഗ്ലോബിനീമിയ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ കണ്ടീഷൻ വെയർ ബ്ലഡ് ഈസ് നോട്ട് ഏബിൾ ടു ക്യാരി സഫിഷ്യന്റ് ഓക്സിജൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈ ലെവൽ ഓഫ് മെത്മോഗ്ലോബിൻ. നമ്മളുടെ ശരീരത്തില് മെത്മോഗ്ലോബിന്റെ ഹൈ ലെവൽ മൂലം, അതായത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അത് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പറയാം. ഹീമോഗ്ലോബിന് പകരം എന്താണ് മെത്മോഗ്ലോബിൻ ആയിട്ട് മാറി ഹൈ ലെവൽ ഓഫ് മെത്മോഗ്ലോബിന്റെ പ്രസൻസ് നമ്മളുടെ ശരീരത്തിൽ വരുമ്പം നമ്മൾക്ക് വേണ്ടുന്ന ഓക്സിജൻ, സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് ബ്ലഡിന് പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഹീമോഗ്ലോബിൻ മെത്മോഗ്ലോബിൻ ആയിട്ട് മാറുന്നത് നോക്കിക്കേ. ബ്ലൂ ബേബി സിൻഡ്രോം ക്യാൻ ഓൾസോ ബി കോസ്ഡ് ബൈ നൈട്രേറ്റ്സ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ലീഡിങ് ടു മെത്മോഗ്ലോബിനീമിയ. ഇവിടെ ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമാകുന്ന ടോക്സിക്കൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിനകത്ത് നൈട്രേറ്റ്സിന്റെ പ്രസൻസ് മൂലമാണ് നമുക്ക് ഈ ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാവുന്നത്. ഈ നൈട്രേറ്റ്സ് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് ബ്ലൂ ബേബി സിൻഡ്രോം, അതായത് മെത്മോഗ്ലോബിനിയ ആയിട്ട് മാറുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഹീമോഗ്ലോബിൻ മെത്മോഗ്ലോബിൻ ആയിട്ട് മാറുന്നത് നോക്കിക്കേ. നൈട്രേറ്റ്സ് ഫ്രം പൊല്യൂട്ടഡ് ഡ്രിങ്കിങ് വാട്ടർ ഫോം കോമ്പൗണ്ട്സ് ഇൻ ദ ബോഡി ദാറ്റ് ചേഞ്ച് ഹീമോഗ്ലോബിൻ ടു മെത്മോഗ്ലോബിൻ. നമ്മളുടെ ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിൻ ആണ് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. നമ്മൾ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കുടിക്കുന്നത് മൂലം നമ്മളുടെ ശരീരത്തിനുള്ളിൽ നൈട്രേറ്റ്സ് കയറുകയും നമ്മളുടെ ബോഡിയിൽ വെച്ചിട്ട് മറ്റു പല കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. ആ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? ദാറ്റ് ഫോം കോമ്പൗണ്ട്സ് ഇൻ ദ ബോഡി ചേഞ്ച് ഹീമോഗ്ലോബിൻ ടു മെത്മോഗ്ലോബിൻ. ബ്ലഡിലുള്ള HB ഹീമോഗ്ലോബിനെ അത് മെത്മോഗ്ലോബിൻ ആയിട്ട് മാറ്റുന്നു. അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള ബ്ലഡിന്റെ എബിലിറ്റിയെ ഡിക്രീസ് ചെയ്യുകയാണ്, ഇന്നബിലിറ്റി ആക്കുകയാണ്, ഡിക്രീസിങ് ദ എബിലിറ്റി ഓഫ് ബ്ലഡ് ടു ക്യാരി ഓക്സിജൻ. ഇതൊക്കെ കൊച്ചു കുട്ടികളിലാണ്. ഇൻഫൻസിലൊക്കെ ആണെങ്കിൽ കണ്ടീഷൻ വളരെ ഡേഞ്ചർ ആണ്. ദ കണ്ടീഷൻ ക്യാൻ ബി ഫേറ്റൽ. അപ്പൊ ഇപ്പോ മനസ്സിലായോ എങ്ങനെയാണ് ഹീമോഗ്ലോബിൻ മെത്മോഗ്ലോബിൻ ആയിട്ട് മാറുന്നത്? അങ്ങനെ ശരീരത്തിനുള്ളില് മെത്മോഗ്ലോബിന്റെ അളവ് ഹൈ ലെവൽ ആവുക, അതിന്റെ പ്രസൻസ് വളരെ കൂടുമ്പോഴാണ് ശരീരത്തിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജന് ബ്ലഡിന് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷനാണ് മെത്മോഗ്ലോബിനീമിയ അല്ലെങ്കിൽ ബ്ലൂ ബേബി സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. നൈട്രേറ്റ്സ് ആർ ദ കോമൺ കോസ് ഓഫ് ദി സിൻഡ്രോം. നൈട്രേറ്റ്സ് ആണ് ഇതിന്റെ റീസൺ. ബ്ലൂ ബേബി സിൻഡ്രോം അല്ലെങ്കിൽ സയാനോസിസ് എന്ന് പറയും. It's a condition where an infant skin, lips, nail beds turns blue due to lack of oxygen in the blood. നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇല്ല എങ്കിൽ നമ്മളുടെ ശരീരം നീല നിറമായിട്ട് മാറും. കൊച്ചു കുട്ടികളിലൊക്കെ ആണെങ്കിൽ വളരെ ഫേറ്റൽ ആണ്, ഡെത്ത്, ഈവൻ ഡെത്തിന് വരെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. കാരണം കൊച്ചു കുട്ടികളുടെ സ്കിന്നും ചുണ്ടും നെയിൽ ബെഡ്സ്, നഖത്തിന്റെ ബെഡ് അല്ലെ, നഖത്തിന്റെ ഈ ഒരു അറ്റ ഭാഗവും മുകൾ ഭാഗവും ഒക്കെ എന്തായിട്ട് മാറും? നീല കളറായിട്ട് മാറും. എന്തുകൊണ്ടാ? ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഇല്ല. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിന് ഓക്സിജൻ എത്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഹീമോഗ്ലോബിന് പകരം അത് മെത്മോഗ്ലോബിൻ ആയിട്ട് മാറി. അപ്പൊ സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ബ്ലൂ ബേബി സിൻഡ്രോം. ഇറ്റ്സ് എ കണ്ടീഷൻ വെയർ ആൻ ഇൻഫന്റ് സ്കിൻ,
ലിപ്സ്, നെയിൽ ബെഡ്സ് ടേൺ ബ്ലൂ ഡ്യൂ ടു എ ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. മറ്റ് സിംറ്റംസ് എന്തൊക്കെയാണ്? ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, റാപ്പിഡ് ബ്രീത്തിങ്, ഗ്രണ്ടിങ്. അതായത് ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, റാപ്പിഡ് ബ്രീത്തിങ്, ചിലപ്പം ഫാസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം വലിക്കുക, ഗ്രണ്ടിങ് അതായത് മുരൾച്ച, ഇങ്ങനെ മുരളുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലൂ ബേബി സിൻഡ്രോമിന്റെ സിംറ്റംസ് ആണ്. പിന്നെ ഓൾറെഡി ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ശരീരത്തിൽ എങ്ങനെയാണ് വരുന്നത്. ഇൻഫൻസിലൊക്കെ കണ്ടീഷൻ വളരെ ഫേറ്റൽ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സെന്റൻസും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എല്ലാ ക്ലാസ്സസും യു ഹാവ് ടു വാച്ച് ടിൽ എൻഡ് വരെ നിങ്ങൾ കാണണം. സ്കിപ്പ് ചെയ്യുകയോ സ്പീഡ് കൂട്ടി കണ്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻഡ് വരെയും കാണുക. ഇതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഡിസംബർ 2026 നടക്കുന്ന UGC നെറ്റ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഒരുപാട് അവസരങ്ങളാണ് നെറ്റ് എക്സാമിന് ശേഷം ഉള്ളത്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, given below are 2 statements. Statement 1, exposure to mercury can be either through food chain or in the workplace. Statement 2, poisoning by inorganic mercury, particularly vapors, results in the damage to the central nervous system. In the light of the above statements, choose the most appropriate answer from the options given below. Option A, both statement 1 and statement 2 are true. B, both statement 1 and statement 2 are false. C, statement 1 is true but statement 2 is false. D, statement 1 is false but statement 2 is true. ഈ ഒരു പാറ്റേൺ UGC നെറ്റ് എക്സാമിന് ഫോളോ ചെയ്യുന്നതാണ്. സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് ചോദിക്കും. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിക്കേ, എക്സ്പോഷർ ടു മെർക്കുറി ക്യാൻ ബി ഐദർ ത്രൂ ഫുഡ് ചെയിൻ ഓർ ഇൻ ദ വർക്ക് പ്ലേസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ. നമ്മൾ കഴിക്കുന്ന കണ്ടാമിനേറ്റഡ് ഫുഡിലോ അതുപോലെ മെർക്കുറി എക്സ്പോഷർ നമ്മൾ വർക്ക് പ്ലേസിൽ നിന്നും ഒക്കുപേഷണൽ എക്സ്പോഷർ ഉണ്ടാവും. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, പോയിസണിംഗ് ബൈ ഇനോർഗാനിക് മെർക്കുറി particularly vapors result in the damage to the central nervous system. ഇനോർഗാനിക് മെർക്കുറി പോയിസണിംഗ് മൂലം നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് സംഭവിക്കും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ഇതും എറ്റ് അനദർ ഫോം ഓഫ് എക്സാം പാറ്റേൺ. എക്സാം ക്വസ്റ്റ്യൻസിന്റെ വേറൊരു ഫോമാണ് അസേർഷനിങ്ങും റീസണിങ്ങും. അസേർഷൻ ക്യാപിറ്റൽ എ വെച്ചിട്ടാണ് നോട്ട് ചെയ്യുന്നത്. മെറ്റ്മോഗ്ലോബിനീമിയ ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലഡ് ഈസ് നോട്ട് ഏബിൾ ടു ക്യാരി ആൻഡ് ഡെലിവർ ഇനഫ് ഓക്സിജൻ ടു ദ ബോഡി. റീസൺ, കൺസ്യൂമിംഗ് ഡ്രിങ്കിംഗ് വാട്ടർ വിത്ത് എ ഹൈ നൈട്രേറ്റ് ലെവൽ മേ കോസ് മെറ്റ്മോഗ്ലോബിനീമിയ. Choose the correct answer from the options given below. Option A, both A and R are true. R is the correct explanation of A. Both A and R are true, but R is not the correct explanation of A. A is true, but R is false. A is false, but R is true. Very, very direct question. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റ്മോഗ്ലോബിനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ബ്ലഡിന് കൃത്യമായിട്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇനഫ് ഓക്സിജൻ ക്യാരി ചെയ്യാനും ഡെലിവർ ചെയ്യാനും പറ്റാത്ത കണ്ടീഷനാണ് മെറ്റ്മോഗ്ലോബിനീമിയ. സോ അസേർഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. റീസൺ, എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്? കൺസ്യൂമിംഗ് ഡ്രിങ്കിങ് വാട്ടർ വിത്ത് ഹൈ നൈട്രേറ്റ് ലെവൽ മേ കോസ്. നൈട്രേറ്റിന്റെ അളവ് കൂടുതലായിട്ടുള്ള കണ്ടാമിനേറ്റഡ് വാട്ടർ കുടിക്കുന്നത് വഴി നമ്മളുടെ ശരീരത്തിലേക്ക് നൈട്രേറ്റ്സ് എത്തുകയും ഈ നൈട്രേറ്റ്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. നമ്മുടെ ഉള്ളിൽ ശരീരത്തിനുള്ളിൽ എത്തി മറ്റു പല കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുകയും ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനെ മെറ്റ്മോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ശരീരത്തിൽ ബ്ലഡിന് ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ ഡെലിവർ ചെയ്യാനും ക്യാരി ചെയ്യാനും പറ്റാത്തത്. സോ റീസണും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് യൂണിറ്റ്സുകളുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ പഠിക്കുക, ഒരു ക്ലാസ്സസും മിസ്സാക്കാതെ കാണണം. ഓക്കെ അല്ലേ? താങ്ക് യു. ഓക്കെ, താങ്ക് യു.